ഹായ് ഹലോ, എല്ലാവർക്കും ബ്ലൂസ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അമ്പൂട്ടിനെയും കൊണ്ടൊക്കെ കുറച്ച് തിരക്കായി പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്ന് വെച്ചാൽ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളൊരു അമ്പലത്തിൽ പോയൊരു വീഡിയോ ആണ്. പക്ഷെ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞൊന്നും അല്ല പോയത്. പക്ഷെ അവിടെ പോയപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ കുറേ എഡിറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തത് ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഒരുപാടൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റണില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കുറച്ചാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയത് ഇവിടെ ശിവയോഗിക്കാവിലാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ കുറച്ച് അടുത്താണ് ഈ അമ്പലം. പക്ഷെ ഞാൻ ഇന്ന് വരെ ഈ അമ്പലത്തിൽ പോയിട്ടില്ല എന്നതാണ് സത്യം. അമ്മ കഴിഞ്ഞ കൊല്ലം പോയിരുന്നു. ഇവിടെ ഒരു അപ്പൂപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൂപ്പൻ്റെ പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ കൊല്ലമാണ് ഇവിടെ ഇത്രയും ദൈവങ്ങളുടെ പ്രതിഷ്ഠയൊക്കെ വന്നത്. നാഗരായാലും മഹാദേവനായാലും ഒക്കെ. ആകെ കൈലാസനാഥൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കൈലാസനാഥൻ്റെ 3 രൂപങ്ങളാണ് കേട്ടോ ഇരിക്കണേ. കൈലാസനാഥനും അങ്ങനെ 3 രൂപങ്ങളാണ് ഇരിക്കണേ. പിന്നെ കുറേ ദൈവങ്ങളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭദ്രകാളി, നാഗർ, അങ്ങനെ ഒരുപാട് ദൈവങ്ങൾ, എനിക്ക് എല്ലാവരുടെയും പേര് പോലും അറിയില്ല. അക്ഷയമ്മ, അങ്ങനെ ഒരുപാട്. പക്ഷെ നല്ല മനോഹരമായിട്ടുള്ള അമ്പലമാണ്. അവിടെ ഉത്സവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ. അമ്പലൂനെയും കൊണ്ട് പോകാമെന്ന് അമ്മ കഴിഞ്ഞോട്ടേ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയതാണ്. ഭയങ്കര സന്തോഷമുണ്ട് പോകാൻ പറ്റിയാലും കാണാൻ പറ്റിയാലും. അത്രയ്ക്ക് മനോഹരമായ അമ്പലം സ്ഥലം ഒക്കെയാണ്. അപ്പം ഞങ്ങൾ അവിടെ മുഴുവൻ ചുറ്റി തൊഴുതിറങ്ങി. കാണിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ ഒരുപാടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പൂമൂടൽ ചടങ്ങ്, പഴങ്ങൾ വെച്ചിട്ടുള്ള ഒരു മൂടി ഇങ്ങനെ ഒരാളുടെ പൊക്കത്തിൽ പഴങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നേർച്ച, പിന്നെ ഇങ്ങനെ മധുര നേർച്ച വെച്ചേക്കുന്നത്, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ ഇതിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. സത്യമാണ്, എനിക്കിതൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും പോയി തൊഴുത് അമ്പുഡൂസ് എല്ലാവരെയും തൊഴുകയാണ്. ഇത് ഭദ്രകാളിയാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ സത്യം പറഞ്ഞാൽ പേടിയാവും. ഇതിൻ്റെ ഒരു വൈബ് എന്ന് വെച്ചാൽ നമ്മൾ തമിഴ്നാടൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ ഉള്ളൊരു വൈബില്ലേ, ആ ഒരു സെയിം സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു അമ്പലം, ഇങ്ങനൊരു അമ്പലം സ്ഥലമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ ഇന്നൊരു പോയിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാണ്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നിങ്ങൾ ആരെയും കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. സ്ഥലം തന്നെ നിങ്ങൾ നോക്കി നോക്ക്. അത്രയും ചൂടിലും വൈകിട്ടായപ്പോൾ നല്ല മഞ്ഞും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ വലിയ നാഗരുടെ പ്രതിഷ്ഠയൊക്കെയാണ് കണ്ടോ. ഞാൻ ഇത്രയും വലിയ നാഗരുടെ പ്രതിഷ്ഠ സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ പോലും കണ്ടിട്ടില്ലെന്ന് ഞാൻ പറയും കേട്ടോ. സത്യമായിട്ടും നമ്മുടെ അവിടെ പാലക്കാട് അമ്മക്കാവിൽ പോലും ഞാൻ ഇത്രയും വലിയ നാഗരുടെ പ്രതിഷ്ഠ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അമ്പുഡാസിന് നാഗപ്പാട്ടൊക്കെ കഴിപ്പിച്ചു. അത്രയും മനോഹരമായതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അവിടുത്തെ ചടങ്ങുകൾ, പൂമൂടലായാലും തുള്ളലായാലും ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എടുത്തതാണിത്. അപ്പോൾ നിങ്ങളും ഒന്ന് കണ്ടു നോക്കി എങ്ങനെയാണെന്ന്. ഇത് ഹനുമാൻ സ്വാമിയാണ് കേട്ടോ. ഹനുമാൻ സ്വാമിയൊക്കെ നമ്മുടെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്, അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ. അമ്പലം ഒരു വലിയൊരു അമ്പലം. അതിൻ്റെ അകത്ത് കൈലാസനാഥനും 3 രൂപങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് അമ്പലം, ഇതാണ് മുൻവശം കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പൂമൂടലിന് വേണ്ടിയിട്ടുള്ള പൂവുകൾ എല്ലാവരും അറുത്തുകൊണ്ടിരിക്കുക. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ഇങ്ങനെ പൂമൂടലിലെ പൂവ് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായി എന്നാണ് സത്യം. ഞാനും അവിടെ പോയപ്പോൾ ഞാനും പൂമൂടലിലുള്ള പൂവ് ഇറുത്ത് കൊടുത്തു. അതിൻ്റെ അപ്പുറത്ത് തന്നെ പഴങ്ങളുടെ ഒരു കൂമ്പാരം കണക്ക് വെച്ചിട്ടുണ്ട് കണ്ടോ. പല ടൈപ്പിലുള്ള പഴങ്ങൾ, തണ്ണിമത്തൻ, മാങ്ങ, മുന്തിരി, ഓറഞ്ച്, ആപ്പിൾ, അങ്ങനെ ഒരുപാട് പഴങ്ങളുടെ ഒരാളിൻ്റെ പൊക്കത്തിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉത്സവം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തരും കേട്ടോ. എല്ലാം തരും, മധുരമായാലും പഴങ്ങളായാലും ഒക്കെ ഞങ്ങൾക്ക് തരും. വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് തരും. അപ്പോൾ എനിക്ക് ആ പൂമൂടൻ്റെ ഭാഗമായിട്ട് പൂ ഉരിക്കാനുള്ളൊരു അവസരം കിട്ടി. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് പോകാൻ പറ്റിയാലും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പുറത്തിരുന്നാണ് കേട്ടോ സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ പല പല ശബ്ദങ്ങളും കേൾക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല, നിങ്ങളാരും എനിക്ക് കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തതും. അപ്പോൾ ഇത് പൂമൂടൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂവിങ്ങനെ ഒരാളിൻ്റെ പൊക്കത്തിൽ പൂവിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാളുടെ പൊക്കത്തിൽ അവിടെ പഴങ്ങളുടെ ഒരു കൂടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്.
പിന്നെ ഇതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഞാനും അത്ഭുതത്തോട് നോക്കി നിന്നതാണ് ഇതൊക്കെ. ഈ കണ്ടതൊക്കെ ഞാനും അത്ഭുത കാഴ്ചയോടെ കണ്ടു നിന്നതാണ്. എനിക്കിതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളും ഒന്നും അറിയില്ല. ഇനി അഥവാ എനിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയ ആരെങ്കിലും പറഞ്ഞ് ഞാൻ ചോദിച്ചറിഞ്ഞ് കിട്ടിയ ഞാൻ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് പറയാം ഇത് എന്തിനു വേണ്ടിയിട്ടാണ്. പക്ഷേ പൂമൂടലൊക്കെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരു നാടിൻ്റെയും ആ നാട്ടിലുള്ളവരുടെയും ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് പൂമൂടൽ ചടങ്ങ്, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇതിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, ഒരു നാടിനടങ്കം വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൂമൂടൽ ചടങ്ങ് ചെയ്യണത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇതിലെ കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല, കാരണം എനിക്കിതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അപ്പം നിങ്ങൾ എന്നെ മുഴുവനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്തൊക്കെയാണ് ഇതിനകത്ത് കാണിക്കണേ, അവർ ചെയ്യണേന്നൊക്കെ അത്രയ്ക്കും നമ്മൾ ഇങ്ങനെ എന്താ പറയുക, അത്ഭുതത്തോട് നോക്കി നിന്ന് പോകും കേട്ടോ. അത്രയും കാഴ്ചകളാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയുക കമൻസിലൂടെ. നിങ്ങളിങ്ങനെ നിങ്ങളുടെ അമ്പലത്തിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്നും പറയൂ കേട്ടോ.
അപ്പോൾ നിങ്ങൾ കണ്ട ഇത്രയും കാര്യങ്ങളാണ് അമ്പലത്തിൽ നടന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പൂജയുടെ ആ പഴങ്ങളും പിന്നെ മധുരങ്ങളും ഒക്കെ വീതിച്ച് തന്നു. എല്ലാവർക്കും അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അവിടെ ഇഷ്ടംപോലെ ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലമാണ് അവിടെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ആയത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം അമ്മ പോയിരുന്നു. ഈ വർഷം എനിക്ക് പോകാൻ പറ്റി, കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കണ്ടതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെ അമ്പലത്തിലൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ പറയുക. ഇതിൻ്റെ ഐതിഹ്യം അറിയാവുന്നവർ എനിക്കും കൂടി പറഞ്ഞു തരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.